എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2026 MBBS BDS കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് നീട്ടി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 24-ാം തീയതി രാവിലെ 11 മണി വരെ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in/keen2026/ എന്നുള്ള പേജിലൂടെ വിദ്യാർത്ഥികൾക്ക് MBBS BDS കോഴ്സുകളിലേക്കുള്ള ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഷെഡ്യൂൾ പ്രകാരമാണ് ഈ ഒരു ഡേറ്റ് നിലവിൽ നീട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 24-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് കോളേജ് കോഴ്സുകൾ MBBS BDS കോഴ്സുകളിലേക്കുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷനുകളായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികളുടെ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഇതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 24-ാം തീയതി രാവിലെ 11 മണി വരെയാണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 25-നാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ്, ഓഗസ്റ്റ് 27-നാണ് മെയിൻ അലോട്ട്മെൻറ്റ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 5-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഓപ്ഷൻ സമർപ്പിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് എന്നിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ce.kerala.gov.in/keen2026/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എക്സ് കോഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു നമ്പേഴ്സ് എന്താണോ കാണുന്നത് ആ ഒരു നമ്പേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല ഫീസോ മറ്റോ അടക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഫീസ് പറയും. സാധാരണത്തിൽ ഫീസ് ഇനത്തിൽ വരുന്നത് 5000 രൂപയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ്. നിങ്ങൾ SC ST OECക്ക് ലഭ്യമായിട്ടുള്ള ഫീസ് ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ ജുവനൈൽ ഹോം, നിർഭയ ഹോം, ശ്രീചിത്ര ഹോം എന്നിവിടങ്ങളിലുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ വരിക. നിങ്ങൾ നേരത്തെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫീസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേജിൽ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എത്ര രൂപയാണ് ഫീസ് നിങ്ങൾക്ക് കാണിക്കുന്നത് ആ ഒരു ഫീസ് നിങ്ങൾ അടക്കുക. അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതാണ്. അതിനുശേഷം ആ ഒരു പേജിൽ മുകളിലായിട്ട് സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സേവ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓപ്ഷനുകൾ നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം പിന്നീട് അവിടെ പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ടാകും. പ്രിൻ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ഓപ്ഷനുകളുടെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി വരെ നിങ്ങളുടെ ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്ത് പുതിയ കോളേജ് കോഴ്സുകളൊക്കെ കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ ലഭ്യമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തും നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകാം. അതുപോലെ ഒരു തവണ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് അടച്ചവർ വീണ്ടും ഈ ഒരു ഫീസ് നിലവിൽ എഡിറ്റ് ചെയ്യാനായിട്ട് അടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ ഓപ്ഷൻ്റെ സ്ഥാനം അറേഞ്ച് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് തരത്തിലുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സേവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്രിൻ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി വരുന്നതല്ല. നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ നൽകി കഴിഞ്ഞാൽ സേവ് ചെയ്യേണ്ടതും സേവ് ചെയ്ത ശേഷം പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ചെയ്യേണ്ടതുമാണ്. കാരണം പല വിദ്യാർത്ഥികളും ഓപ്ഷൻ കൊടുത്തു പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷനുകൾ അതിൽ പ്രിൻ്റായിട്ട് വന്നിട്ടില്ല, നേരത്തെ ഉണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഫാർമസിയുടെ ഓപ്ഷൻസ് അതിലുള്ളൂ എന്ന് പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സേവ് ചെയ്ത് പ്രിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതോട് സേവ് ചെയ്യാൽ നിങ്ങളുടെ ഓപ്ഷൻ അവിടെ സേവ്ഡ് ആവും. അതുപോലെ പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻ കൊടുക്കുക, സേവ് ചെയ്യുക, എന്നിട്ട് പ്രിന്റ് എടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് MBBS അതുപോലെ തന്നെ MBBS BDS കോഴ്സുകളിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് കോളേജിന് കുറച്ച് പ്രയോറിറ്റി കൊടുത്തിട്ട് ഓപ്ഷൻ കൊടുക്കുക. കാരണം ഗവൺമെൻറ് കോളേജ് ആദ്യം കൊടുക്കാൻ നോക്കുക. കാരണം ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് MBBSന് ആകെ വാർഷിക ഫീസ് ഇനത്തിൽ 24,000 രൂപയാണ് വരുന്നത്. ഇനി ഈ ഒരു
BDS കോഴ്സ് ആണെങ്കിൽ 20,375 രൂപയോളമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. ഇനി അതേസമയം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് ഈ ഒരു MBBS കോഴ്സ് കിട്ടുന്നതെങ്കിൽ 8,56,000 രൂപയാണ്. ചില കോളേജിൽ 8,33,000 രൂപ ഫീസ് ഇനത്തിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ BDS കോഴ്സ് ആണെങ്കിൽ ഏകദേശം 4,00,000 സംതിങ്, 4,00,000 ഏകദേശം 33,000 രൂപയോളമാണ് ഫീസ് ഇനത്തിൽ BDS കോഴ്സിന് സെൽഫ് ഫിനാൻസിൽ വരുന്നത്. അതിനാൽ തന്നെ ഗവൺമെൻറ് കോളേജിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ആദ്യം ഗവൺമെൻറ് കോളേജ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വിജ്ഞാപന പ്രകാരം ഒരു കോളേജ് കൂടി നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകാൻ വേണ്ടി വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൽ കാണാൻ പറ്റും MBBS BDS കോഴ്സിലേക്കുള്ള പ്രവേശനം 2026 ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പുനഃക്രമീകരിച്ചു. സ്വകാര്യ സ്വാശ്രയ ദന്തൽ കോളേജിലെ 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റിലേക്കും PIMS പാലക്കാട് സീറ്റുകളിലേക്കും ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം നിലവിൽ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ നേരത്തെ വന്നിട്ടുള്ള ഓപ്ഷനുകൾ കൂടി നിങ്ങൾക്കിതിൽ ഓപ്ഷനുകളായിട്ട്, അത് കോളേജ് കോഴ്സുകൾ കൂടി ഓപ്ഷനുകളായിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം MBBS BDS കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിലീഷൻ അല്ലെങ്കിൽ പുനഃക്രമീകരണം എന്നിവയ്ക്കുള്ള സൗകര്യം ഓഗസ്റ്റ് 24 രാവിലെ 11 മണി വരെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്നുള്ള, അതായത് www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതുവരെ ഓപ്ഷൻ നൽകാത്തവർക്ക് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനും അതുപോലെ ഇതുവരെ ഓപ്ഷനുകൾ നൽകിയവർക്ക് അത് പുനഃക്രമീകരിക്കാനും ആവശ്യമെങ്കിൽ അവ റദ്ദാക്കാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. 24/8/2026 രാവിലെ 11 മണി വരെ ലഭ്യമാകുന്ന ഓപ്ഷനുകൾ കൂടി ഉൾപ്പെടുത്തി 25/8/2026 താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. തുടർന്ന് ഓഗസ്റ്റ് 27 അന്തിമ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 5 വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. സ്വകാര്യ സ്വാശ്രയ ദന്തൽ കോളേജിലേക്കുള്ള 15% ഓൾ ഇന്ത്യ സീറ്റിലേക്കും ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. മേൽ സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് സർക്കാർ ഉത്തരവുകൾക്ക് ബാധകമായിരിക്കും. PIMS പാലക്കാട് കോളേജിലേക്കും ഈ ഒരു അവസരത്തിൽ ഓപ്ഷൻ നൽകുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ഒരു കോളേജിലെ വാർഷിക ഫീസ് താൽക്കാലിക ഫീസാണ്. അത് 8,90,000 രൂപ, അതായത് 9 ലക്ഷം എന്ന് പറയാം. ജസ്റ്റ് ഒരു ഏകദേശം ഒരു 1,200 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ 9 ലക്ഷത്തിന്. അപ്പോൾ ആ ഒരു 9 ലക്ഷത്തിനടുത്ത് ഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ NRI സീറ്റ് ആണെങ്കിൽ 21,65,720 രൂപ നിശ്ചയിച്ചിട്ടുണ്ട്. വിവിധ കാരണങ്ങളാൽ റാങ്ക് ലിസ്റ്റിൽ ഫലം തടഞ്ഞു വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 23 വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് ഫലം പ്രസിദ്ധപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാത്ത പക്ഷം അവരുടെ ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതല്ല. ഒന്നാം ഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ 15/8/2026 വിജ്ഞാപനം കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ രജിസ്ട്രേഷൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.